വയലൂര് പരമേശ്വരനെ അവർ നല്ല രീതിയിൽ നോക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ശരി ശരി. നല്ല ഞങ്ങളുടെ നല്ല അഭിപ്രായം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് നീരുകാലത്ത് കഴിഞ്ഞ നീരുകാലത്തും പോയിട്ടുണ്ടായിരുന്നു. എല്ലാ നീരുകാലത്തും അതിന്റെ മുറിവൊക്കെ വരാറുണ്ട്. ചങ്ങല ഇളക്കിടാനായിട്ട് അവർക്ക് പറ്റില്ല, അങ്ങനെ നീരില്ലല്ലേ. നമസ്കാരം ഗൈസ്. അപ്പൊ നമ്മൾ ആനയെ കാണാൻ പറമ്പിലേക്ക് പോണ്. അപ്പോ ആന കാണാനായിട്ട് ഏഴരയ്ക്ക് ആയിട്ടുള്ളൂ. പിള്ളേരുകൾ വന്നു. ആനോടില്ല 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 ആന പോയിക്കാ. കടലുണ്ടി കടലുണ്ടി പിടിക്കുക. ആന പിടിക്ക് പോയേ. വരണ്ട മൂന്നാളുള്ളൂ ഒരു വണ്ടിയിൽ. അപ്പൊ ഞങ്ങളെന്നും ഇങ്ങനെ രാവിലെ ചായ കുടിക്കാൻ പോകും. ഇവ ഉണ്ടാവാറില്ല കേട്ടോ, അവൻ ജോലിക്ക് പോകാറുണ്ട്. ഞങ്ങൾ രണ്ടുപേരുണ്ടാവാറുള്ളൂ. അപ്പൊ നമ്മൾ ആനനെ തപ്പിട്ട് ചായ കുടിച്ചിട്ട് പിന്നെ ആനയെ നോക്കാൻ പോവാം. ചായയാണ് പ്രധാനം. അപ്പൊ അതേ പാറുകൂടി നടന്നു വരുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥലം കേട്ടാ. ആണ് നമ്മുടെ നമ്പിങ്കാവ് സെന്റർ എന്ന് പറയും. അപ്പൊ ഇവിടെ വന്ന് ചായ കുടിക്കും. കാലത്ത് ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ ആന കാലത്തോട് നടന്നു വരുന്നത് ഇവർക്ക് നിത്യമുള്ള കാര്യം തന്നെയാണ്. നമ്മൾ ഒരുപാട് ആനകൾ മുന്നും പാറുവിന് മുന്നും കുറെ ആനകളൊക്കെ വരാറുണ്ട്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ രാവിലത്തെ കാഴ്ച. അപ്പൊ ഈ ചായക്കടയിലാണ് ഞങ്ങൾ ചായ കുടിക്കാൻ വരാം. ഇവിടെ എല്ലാവരും ഈ ചായക്കടയിലാണ് ചായ കുടിക്കാൻ വരാം. അപ്പൊ ഇവിടുത്തെ യുവാക്കളൊക്കെ ഈ ചായക്കടയിലാണ് ചായ കുടിക്കാൻ വരാം. എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ. അപ്പൊ പാറുവിന്റെ ഒരാരാധകന്മാരൊക്കെ ഉണ്ടാവും ഇവിടെ. അപ്പൊ ആനയും ആനക്കാരൊക്കെ ഇവിടെ നിന്ന് കാലത്ത് ചായ കുടിക്കും. ഞങ്ങളെല്ലാരും കൊടുക്കും. അത് മണിച്ചേട്ടൻ ആളെന്ന് എന്നും തിന്നാൻ കിട്ടും. അപ്പോ പിന്നെ ആള് പോവാനുള്ള തിരക്കിലാണ്. അവിടെ നല്ല അവല് കിട്ടുള്ളൂ. കാലത്ത് കഴിഞ്ഞിട്ട് അവല് ഒരു 9 മണിയാകുമ്പോൾ കൊടുക്കാറുള്ളൂ. ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിൽക്കും, വർത്താനം പറഞ്ഞൊക്കെ നിൽക്കും. ഞങ്ങളുടെ നാട്ടിലെ സ്ഥിരം കാഴ്ചയാണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം 2 ആന ഉണ്ടായിരുന്നു. 2 ആന അല്ലെങ്കിൽ 3 ആന ഉണ്ടാവും. അങ്ങനെ രാവിലെ എല്ലാ ദിവസവും നടപ്പുണ്ടാവും. കാലത്താ വൈകിട്ടാ അങ്ങനെയൊക്കെ ആയിട്ട്. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ അത്ര നാളായിട്ട് ആഗ്രഹിച്ചിട്ട്. ചില ആൾക്കാർക്ക് വണ്ടി പിടിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ വലിയ വീട് പണിയണ ആഗ്രഹമുണ്ട്. നമ്മൾ അതുമിക്കൊക്കെ പോവാണ്ട് ഒരു ആനമ്മയ്ക്ക് എത്തണം എന്ന് കുറെ ആൾക്കാർ നമ്മളെ ചീത്ത പറഞ്ഞു. വേണ്ട, നമുക്ക് അത്ര സാമ്പത്തികമുള്ള ആൾക്കാരൊന്നല്ലല്ലോ, എന്തിനാ അതിന്റെ പിന്നാലെ പോകണം, ജോലിയും കാര്യങ്ങളും നോക്കി പോയാൽ പോരെ. ഇപ്പൊ ജോലിക്ക് പോകുന്നുണ്ട്, എല്ലാവരും 3-4 ജോലിക്ക് പോകുന്നുണ്ട്. എന്നാലും കുറെ സമയം എന്ത് പ്രശ്നമായാലും നമുക്ക് ഇതിന്റെ അടുത്ത് കുറച്ച് നേരം വന്നിരുന്ന് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമാവും. അപ്പൊ പിന്നെ നമ്മുടെ ഇൻസ്റ്റയിലെല്ലാം ചോദിക്കുന്നുണ്ട്, പേജൊക്കെ ചോദിക്കുന്നുണ്ട് വയലൂർ ആനയുടെ കാര്യം. വയലൂർ ആനയുടെ നാട്ടായ്മ മുറിവാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഒരു ആനനെ കൊണ്ട് നോക്കിയപ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് എന്തിനാന്ന് മനസ്സിലാവണ്. കുറെ ആൾക്കാർ നമ്മൾ ഉപദ്രവിക്കാനുണ്ടാവും, കുറെ പേര് സഹായിക്കാനുള്ളത് കേട്ടാ, ഒരുപാട് പേര് സഹായിക്കാനുള്ളത്. എന്നാലും ഉപദ്രവിക്കാനായിട്ട് കുറച്ച് പേരുണ്ടാവും. ഇപ്പൊ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ പിന്നാലെയൊക്കെ പോയി കുറച്ച് ദിവസം ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. അപ്പൊ കുറെ പേര് അങ്ങനെ പുറത്തുനിന്ന് ഉപദ്രവിക്കാനും വീഡിയോസ് കാണുമ്പോ അങ്ങനെയാണ് മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുറെ പേര് വിഷമിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ വയലൂര് പരമേശ്വരന്റെ ഇപ്പൊ ഫേസ്ബുക്ക് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വയലൂര് പരമേശ്വരന്റെ നോക്കുന്നില്ല, വയലൂര് പരമേശ്വരൻ ഇത് മുറിവ് അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള വീഡിയോസുകളാ. ഞങ്ങള് ഇവിടെ അധികം ദൂരമൊന്നുമില്ല, 5-3-4 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. വയലൂര് പരമേശ്വരനെ അവർ നല്ല രീതിയിൽ നോക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ശരി ശരി. ഞങ്ങളുടെ നല്ല അഭിപ്രായം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് കഴിഞ്ഞ നീരുകാലത്തും പോയിട്ടുണ്ടായിരുന്നു. എല്ലാ നീരുകാലത്തും അതിന്റെ മുറിവൊക്കെ വരാറുണ്ട്. ചങ്ങല ഇളക്കിടാനായിട്ട് അവർക്ക് പറ്റില്ല, ആന നീരില്ലല്ലേ. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അവരെന്തായാലും നല്ല രീതിയിൽ അടിപൊളിയായിട്ട് അതിന്റെ മരുന്നുകളായാലും അതിന് കൊടുക്കണ ഭക്ഷണം, നീരുകാലത്ത് കൊടുക്കണ ഭക്ഷണം കണ്ടാൽ തന്നെ ബോധം പോകും. അമ്മ നോക്കണ്ടവര്. ഇതൊക്കെ വാസുദേവ തിരുമേനിയാണ് ആനയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. നല്ല രീതിയിലാണ് നോക്കുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട്. പിന്നെ മതപ്പാടല്ലേ, നമ്മളെന്തൊരു ചെയ്യാൻ പറ്റാ. നമുക്കും ഇവിടെ മുന്നേ ആനകളൊക്കെ മതപ്പാടിൽ നിന്നിരുന്നത്, നമുക്ക് അടുത്തേക്ക് പോകാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. ആൾക്കാരെ അതറിയാണ്ട് കുറെ ഇപ്പൊ അത് മതപ്പാടിന് അഴിച്ചു കഴിഞ്ഞാൽ അവർ അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അതിന്റെ രോഗങ്ങളും അതിന്റെ മുറിവുകളൊക്കെ മാറ്റും. അത് മാറ്റാണ്ട് അതിനെ പൂരത്തിന് കൊണ്ടുപോകാൻ പറ്റും. ആൾക്കാർക്ക് ഇങ്ങനെ ചെറിയൊരു സാധനം കിട്ടിയാൽ മതി, അപ്പൊ അത് കണ്ട് കത്തിച്ച് വലുതാക്കി ഇതേപോലെ ഒന്നറിയാത്ത കുറെ ആൾക്കാരെ കുറ്റം പറയാ. ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ അങ്ങനെ പോസ്റ്റ് ഇട്ട് നിറയ്ക്കുക വയലൂര് പരമേശ്വരനെ കൊല്ലാകൊല ചെയ്യുന്നു. അവരൊക്കെ എന്ത് ചെയ്തിട്ടാ അതിന് നല്ല രീതിയിലാണ് നോക്കണത്. പണ്ടത്തെയൊക്കെ അപേക്ഷിച്ച് അടിപൊളിയായിട്ടാണ് ആന പരിപാടി എടുക്കുന്നത്. എല്ലാ പൂരങ്ങളും, ഒരുവിധം പൂരങ്ങളൊക്കെ നല്ല പൂരങ്ങളൊക്കെ നല്ല എഴുന്നള്ളിപ്പായിട്ട് നല്ല വേദിയിൽ ആന എഴുന്നള്ളിപ്പാനായിട്ട് വരെയുണ്ട്.
അപ്പോ ഞങ്ങളുടെ ഈ 2-3 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് ഞാനാണ് നോക്കണത്. അല്ലാണ്ട് ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ തിന്നാണ്ട് തീറ്റ കൊടുക്കാണ്ടിരിക്കാനോ അല്ലെങ്കിൽ മുറിവാക്കാനോ വേണ്ടി മാത്രം ആൾക്കാർ ആന വളർത്തും. ഇത് തോന്നുന്നില്ലേ? അപ്പൊ ആൾക്കാര് ഇങ്ങനെ പറഞ്ഞ് ചെറിയൊരു കാര്യം കിട്ടിയത് ഷെയർ ചെയ്ത് വലിയൊരു വിഷയമായി, പരാതി വന്നു, അങ്ങനെയൊക്കെ ആയി. നമ്മളെല്ലാവരും ഇതിനെ കൊണ്ട് നോക്കണത് ഇതിനോടുള്ള ഇഷ്ടം കാരണമാണ്. ഇതിനെപ്പോഴും വളർത്താനല്ലേ നോക്കുക. അപ്പൊ അവിടെ വയലൂര് വാസുദേവൻ എന്ന് പറഞ്ഞ വാസുദേവ തിരുമേനിയാണ് ആന നോക്കുന്നത്. ആള് അടിപൊളിയായിട്ട് പെരുമാറാനായാലും എല്ലാത്തിനും ആളും നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മള് ഇങ്ങനെ 2-3 ഫേസ്ബുക്കിൽ കാണുന്ന കാരണം അഭിപ്രായം പറഞ്ഞാണ്. നമുക്ക് അത്ര വലിയ അഭിപ്രായം പറയാനുള്ള ഇതൊന്നും ഇല്ല, റോളൊന്നും ഇല്ല, എന്നാലും പറഞ്ഞു എന്നുള്ളൂ. കണ്ട കാര്യം പറയണല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ മുറിവൊക്കെ ഉണങ്ങി കഴിഞ്ഞാൽ തിരുമേനോട് പറഞ്ഞിട്ട് അതിന്റെ നല്ല വീഡിയോസ് ഒക്കെ എടുക്കാം. അതിന്റെ മുറിവൊക്കെ ഉണക്കാനുള്ള ഒരു ട്രീറ്റ്മെന്റിലാണെന്നാണ് അറിഞ്ഞത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അതിന്റെ വീഡിയോസ് ഒക്കെ എടുക്കാം. അത്യാവശ്യം നമുക്ക് പറയണ പരിചയമുള്ള ആനകളാണല്ലോ അവിടെ അടുത്ത് പുറത്തുള്ള ആനകളുടെ വീഡിയോസുകളൊക്കെ നമ്മൾ എത്തിച്ചേരാം ഈ വീഡിയോ കൂടെ. അപ്പൊ പാറുവിന് ഇപ്പൊ തിരക്കായി, അവല് തിന്നാൻ തിരക്കായി. അതിന്റെ മുന്നിൽ നിന്നിട്ട് അധികം അഭ്യാസം കാണിക്കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അവല് നോക്കി നിക്ക, തിരക്കായി അവൾക്ക്. ഇങ്ങോട്ട് വായോ എന്നാ അവല് വേണം, ഇങ്ങോട്ട് വാ അവര് വേണമെങ്കിൽ ഇങ്ങോട്ട് വായോ, വേണമെങ്കിൽ വാ, ഇവിടെ വാ, വേണമെങ്കിൽ അവല് തിന്നണെങ്കിൽ ഇങ്ങോട്ട് വായോ. ആടാ, അപ്പൊ അവലിന്ന് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാരും തിന്നാൻ കൊടുത്ത് വിളിച്ച അപ്പൊ ഓടി വരും. ഞാൻ വായോ, ഇത് വെള്ളം പക്കറ്റാ കേട്ടാ, ഇതെടുത്ത് തിന്നല്ലേ. വായോ വായോ വായോ, അവിടെ നിന്നാ മതി. അവിടെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്, അവിലും പഴമൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് കാലത്ത് കൊടുക്കും. ഇവരെന്നെ കൊടുക്കാറ് കേട്ടോ. ഞാനിപ്പോ ഇന്ന് വീഡിയോ എടുക്കണ കാരണം വന്നതാ. ആരായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇപ്പൊ വേറെ ചില ആനകളൊക്കെ കണ്ടില്ലേ, നമ്മള് തിന്നാൻ കൊടുക്കുന്ന അടുത്തൊക്കെ ഒന്ന് അടിച്ചു കളയുക, കൂട്ടാന്നൊക്കെ അടിക്കുക, അങ്ങനെയൊന്നും കൊടുക്കില്ല. എല്ലാവരുമായിട്ടൊരു ഡീലിങ്ങിന് തന്നെ പോവാ. അപ്പൊ മൂന്നാമനായാലും കടലുണ്ടി ആയാലും ആരെല്ലാം ഉണ്ടായാൽ മതി. ആര് കൊടുത്താലൊക്കെ മേടിച്ച് തിന്നും, പ്രശ്നങ്ങളൊന്നും ഇല്ല ആൾക്ക്. ഇപ്പൊ ഒരു സമയത്ത് ഇവിടെ തുടങ്ങി ഒരു 4 ആന അറ്റ ടൈം ഇവിടെ നിന്നിരുന്നു. അത്യാവശ്യം നമുക്ക് പരിചയമുള്ള ഇപ്പൊ പാണഞ്ചേരി മഹേശ്വരൻ, ഇപ്പോഴത്തെ വാര്യത്ത് ദേവി നന്ദൻ, ആ കാലടി ചടങ്ങ് കയറിയുന്ന ആന ഇവിടെ ഒരു വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. ആന നമ്മുടെ കയ്യിലിരുന്നു. എന്റെ ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ ഇവിടെ ഉണ്ട്, പഴയതൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഒറ്റക്കൊമ്പ വിഷ്ണു ആന, അപ്പൊ എന്തിട്ടാ എടത്തനാട്ടുകര കൈലാസനാഥൻ, അത് ഗജേന്ദ്രൻ, ഊട്ടോളി ഗജേന്ദ്രൻ, പഴയ ഗജേന്ദ്രൻ, അങ്ങനെ ഒരു 3-5 ആന അറ്റ ടൈം ഇവിടെ നിന്നിരുന്നു. നമ്മുടെ KRF ഉണ്ടായിരുന്നു ഇവിടെ. നമ്മുടെ സുഹൃത്തുക്കളുടെ ആനകളൊക്കെ വരുമ്പോൾ ഇവിടെ പെട്ടെന്ന് ഈ ഭാഗത്ത് ഉത്സവത്തിനും പൂരത്തിനൊക്കെ വരുമ്പോൾ പെരുന്നാളിനൊക്കെ വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിർത്താറൊക്കെ ഉണ്ട്. ഒരു ദിവസമൊക്കെ നിർത്തിയിട്ടൊക്കെ പോവാറ്. ഞങ്ങള് പകല് നിർത്തണത്തെ അറിയണ് ആനനെ പകല് ഇവിടെ നിർത്താറ്. വെള്ളമൊന്നും വലിയ അത്യാവശ്യ രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ടാർപ്പായാണ്. അപ്പൊ ഒരു സമയത്ത് മഴയൊക്കെ കൂടിയപ്പോ അവിടെ ടാർപ്പായൊക്കെ തൂങ്ങിയെന്നു. അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഇവിടെ. പിന്നെ ഞങ്ങളുടെ വണ്ടി പേര് മാറ്റിയിട്ടില്ല, ഇപ്പൊ മേടിച്ചിട്ടുള്ളൂ. ഈ കൊല്ലം പരിപാടിക്ക് എടുത്തായിരുന്നു ഞങ്ങൾ മേടിച്ച ഒരു വണ്ടിയാണ് തീറ്റ കൊണ്ടുവരാനൊക്കെ. അപ്പോ ഇത് നമ്മുടെ ഇവിടെയൊക്കെ തറികളായിരുന്നു. ഇവിടെ നമ്മുടെ കൂട്ടോളി പ്രസാദ് ചോയ്സൻസ് ഗണപതി എന്നുള്ള പേരിൽ ചെയ്യുന്നു. അത് നമ്മുടെ പറമ്പിൽ വെച്ചിട്ടായിരുന്നു വയ്യാണ്ടൊക്കെ ആയത്. അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ ഇവിടെയായിരുന്നു. ഇതാണ് നമ്മുടെ പറമ്പ്. ഇവിടെയൊക്കെ തറികൾ തന്നെയാണ്. ഇവിടെയൊക്കെ നമ്മുടെയൊക്കെ ആനകളൊക്കെ വന്ന് നിൽക്കാറുണ്ട്. ഏത് പുല്ലാട്ട് കാർമനെ ഇവിടെയാണ് നിർത്താറ്. അപ്പൊ സീസൺ കഴിഞ്ഞപ്പോ ഞാൻ നീരിലായി ഇപ്പൊ പോയി. അപ്പൊ അത് അവരാനക്കാരെ ഷെഡാണ് അവിടെ, അതൊക്കെ ഒന്ന് പൊളിച്ച് പണിയണം. അത് ആനക്കാരെ ഷെഡും അവിടെയാണ് അതിന്റെ തറി. താഴത്തൊക്കെ ഒരുപാട് വലിയ പറമ്പാണ്, ഒരു 3 ഏക്കർ പറമ്പുണ്ട്. അത്യാവശ്യം ഒരു ആനകളെയൊക്കെ നിർത്താനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ. ഞങ്ങൾ അതിനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ജോലിക്ക് പോറായി. അപ്പൊ അത് കാരണം ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ്. അപ്പൊ ഉള്ളൊരു സമയം കൊണ്ട് വീഡിയോ വേഗം തട്ടിക്കൂട്ടിയതാണ്. അപ്പൊ അത് കടലുണ്ടി കാലത്ത് പിണ്ടിയൊക്കെ ഇട്ട് കൊടുക്കണ്ട ആനയ്ക്ക്. ആത്മാർത്ഥമുള്ള പണിക്കാരൻ ആന വരുന്നുണ്ട്. അപ്പൊ കാലത്ത് തെരല് നിർത്തും. കാലത്ത് നിർത്തി വൈകുന്നേരം വരെ ഇവിടെ നിർത്തുള്ളൂ. നടക്കാൻ പോയി വന്നില്ല. ഇനി വൈകിട്ട് നമ്മൾ ആദ്യം അന്ന് പോണ പോലെ സന്ധ്യ ഒരു 4 മണി 3 മണിയൊക്കെ ആകുമ്പോൾ ഊര് പോവുള്ളൂ. അപ്പൊ ക്ലാസ്സിൽ പോളിന്ന് ക്ലാസ്സിൽ പോണ വഴിക്ക് ഇങ്ങനെ കാണുന്ന കുറെ പാറുവിന്റെ ഫാൻസുകൾ ഉണ്ടാ, ശ്രീ പാർവതി ഫാൻസ് ഒഫീഷ്യൽ. അപ്പൊ കാലത്ത് അങ്ങനെ കുറെ പേര് വന്ന് കണ്ട് എന്നിട്ട് മിഠായിയാ നേരൊക്കെ കൊണ്ടുകൊടുക്കേ, കണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് പോകുള്ളാനോട്. ഇവിടെ പിന്നെ നാട്ടുകാർക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോ കാലത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. നീ അങ്ങോട്ട് വന്നാ
പറോ വായോ വായോ ഇങ്ങോട്ട് വായോ. പിന്നെ ഒന്നാമൻ ഇങ്ങനെ മീഡിയാസിന്റെ മുന്നിലും ഇതിലൊന്നും വരാൻ ഭയങ്കര നാണവന്. അപ്പൊ കാരണം എപ്പോഴും ചിരിച്ചിട്ട് മാറിക്കോളൂ. അതാണ്. ഇങ്ങോട്ട് വായോ. അപ്പൊ അവനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാ പറയണത്. അപ്പൊ ക്യാമറ ഓൺ ആക്കുന്നു നമ്മള്. ഞങ്ങളുടെ ചെറിയ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇവിടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ജോലിക്ക് പോണ കാരണമാണ്. അല്ലെങ്കിൽ പിന്നെ ഫുൾ ടൈം പോണ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോയിൽ ഇടായിരുന്നു. എല്ലാവരും ജോലിക്ക് പോകും. ഇങ്ങോട്ട് വന്നിക്ക്. ഇങ്ങോട്ട് വാ. ബടാ ബടാ പാടി. അവിടെ പോടാ.